2026 ജൂൺ മാസം 14 മുതൽക്ക് 20 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേഷാദി എല്ലാ രാശിക്കാരുടെയും സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോഴത്തെ ഗ്രഹനില സൂര്യൻ ഇടവത്തിലാണ് 15-ാം തീയതി, അത് മിഥുനത്തിലേക്ക് പോകുന്നു, 1-ാം തീയതിയാണ്. ബുധൻ മിഥുനത്തിലാണ്, ശുക്രനും മിഥുനത്തിലാണ്, ഗുരു കർക്കിടകത്തിലേക്ക് പകർന്നു കഴിഞ്ഞു 2-ാം തീയതി, ചൊവ്വ മേടത്തിലാണ്, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ഈ ഗ്രഹസ്ഥിതി വച്ചുകൊണ്ടാണ് ഇവിടെ ഫലനിരൂപണം നടത്തുന്നത്. ആദ്യം മേടം രാശിയാണ്, മേഷരാശി എന്ന് പറയും. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും, കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂറ്. തൊഴിൽ അഥവാ ജോലി സംബന്ധമായിട്ട് ചൊവ്വ സ്വസ്ഥാനത്ത് മേടത്തിലാണ് എന്നുള്ളതുകൊണ്ട് അസാധാരണമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഒക്കെ അതുപോലെ പ്രവർത്തനശേഷിയുമൊക്കെ ഇവർക്ക് കൂടുതലായിട്ട് കാണാവുന്നതാണ്. പുതിയ ജോലികൾ ഏറ്റെടുക്കുക, അതുപോലെ ഉള്ളതിന് നേതൃത്വം കൊടുക്കുക, ഇതിനൊക്കെ സാധിക്കും. അത് വിജയകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധം ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരല്പം ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് എടുത്തുചാട്ടം കൂടുതലായേക്കാം. അത് പലപ്പോഴും സഹപ്രവർത്തകർക്കും മറ്റും ആയെന്നിരിക്കാം. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും മറ്റുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് 4-ാം ഭാവത്തിലാണ് വ്യാഴം, അത് അനുകൂലമായിട്ടുള്ളതാണ്. പുതിയ കാര്യങ്ങളിലേക്ക് ധനം മുടക്കാൻ, അതായത് പുതിയ വാഹനം ഉണ്ടാവുക, അതുപോലെ വീട് സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുമൊക്കെ ചിലവുകൾ ചെയ്യാൻ സാധിക്കും. അതിനുള്ള സോഴ്സസ് ഉണ്ട്, ധനം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേസമയത്ത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പഴയ മുന്നേ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും മറ്റുമൊക്കെ റിട്ടേൺസ് കിട്ടാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിലാകട്ടെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. മാതാപിതാക്കളുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളുണ്ടാക്കാനും അതിൽ സന്തോഷകരമായിട്ടുള്ളൊരു കാലമായിരിക്കും ഇവർക്ക്, മേഷരാശിക്കാർക്ക് ഉണ്ടാവുക. ആരോഗ്യം കുറച്ച് ഊർജം കൂടുതലായിട്ട് കാണിക്കും. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം. തലവേദന, അതുപോലെ ശരീരത്തിന് വല്ലാതെ ചൂട് സംഭവിക്കുക, ഇതൊക്കെ വന്നിരിക്കാം. അതുകൊണ്ട് വിശ്രമത്തിനും വേണ്ടതായിട്ടുള്ള സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഫറ്റീഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പൊതുവെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വിഷ്ണു പരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്.